മണിച്ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ഗുണമുണ്ട്. കാര്യം എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോകും. കാരണം അത് പറയാൻ കാരണം എല്ലാ ഭാഷകളിലും ഇപ്പോൾ ഏകദേശം ഒരുമാതിരിപ്പെട്ട ഭാഷകളിലൊക്കെ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരുപാട് കാര്യത്തിൽ ഗുണകരമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പുറം രാജ്യങ്ങളിൽ പിന്നെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരും തമിഴും പിന്നെ കന്നഡ തെലുങ്ക് ആൾക്കാരൊക്കെയാണ്. അതെ അതെ അതെ. ഈ തമിഴ് പിന്നെ ഞാൻ തമിഴ് ഭാഷ തന്നെ അല്ല മണിച്ചാൻ അവിടെ നിന്ന് എയർപോർട്ടിൽ അവരോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കുഴപ്പമില്ല. തമിഴ് എനിക്കറിയാം. തമിഴ് ഞാൻ ആദ്യമേ തമിഴ് തന്നെ പഠിപ്പിച്ചാൽ ചാലക്കുടിയിൽ അക്കര തിയേറ്ററിന് ഒരുപാട് പങ്കുണ്ട്. കാരണം ആദ്യമേ കുഞ്ഞുനാൾ മുതൽ അക്കര തിയേറ്ററിൽ പോയിട്ട് തമിഴ് പടങ്ങൾ കണ്ട് തമിഴ് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സിനിമകൾക്ക് ഞാൻ തന്നെയാണ് ഡബ് ചെയ്യാറ്. അപ്പൊ ഈ സിനിമയിലെ ഡയലോഗുകൾ എങ്ങനെ പഠിച്ചിട്ട് അത് ഓൾറെഡി കാണാതെ പഠിക്കുമോ? അല്ല പഠിക്കും നമ്മൾ. അവർ പറഞ്ഞു തന്നെ നമ്മൾ അപ്പം തന്നെ പഠിച്ചിട്ട് അതേമാതിരി പറയുന്നതാണ്. അപ്പൊ ആ തമിഴ് കുഴപ്പമില്ല. പിന്നെ തെലുങ്ക് പടങ്ങളിൽ പറഞ്ഞത് അവർ കേട്ടിട്ട് നമ്മളത് പ്രോമിറ്റ് ചെയ്യും. അവർ പ്രോമിറ്റ് ചെയ്ത് തരുന്നത് നമ്മൾ കേട്ടിട്ട് നമ്മളത് പറയും. പക്ഷെ ഡബിങ് ചെയ്യാറില്ല തെലുങ്കില്. തമിഴ് ഞാനും ചെയ്യാറ്. തമിഴില് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ പറഞ്ഞ പടമുണ്ട്. പുതിയ ഗീത എന്ന് പറഞ്ഞ വിജയുടെ പടം. പുള്ളി വിജയ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ആ സാറ് ആരോട് അധികം അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. സെറ്റിൽ ഇങ്ങനെ ഒതുങ്ങി കൂട്ടിരിക്കുള്ളൂ. പക്ഷെ ആ സെറ്റിൽ ഞാൻ ചെന്നതിന് ശേഷം പുള്ളി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അവിടെ നിൽക്കണ എല്ലാ ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ പറയും, സാർ விஜய் சார் வந்து யாருக்கிட்டையும் பேச மாட்டேங்க சார், சும்மா வந்து ஓரமாக உட்காந்துருப்போம். ஆனால் நீங்கள் வந்ததுலேருந்து அவர் ரொம்ப ஜாலியாக இருக்கார் சார், நீங்கள் காமெடி எல்லாம் பண்ணி அவரை ரொம்ப ரசிக்க வச்சுட்டேன்னு. ഞാൻ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ തന്നെ പുതിയ ഗീതയിൽ കത്തി പൊട്ടിത്തെറിക്കുന്ന ഒരു സീനുണ്ട്. അതായത് വിജയ് സാറ് മരിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നിട്ട് ഒരു കാറിൻ്റെ അപ്പോൾ ഈ കാറ് ഗ്ലാസ് ഇടിച്ച് പൊളിക്കും വേണം. അപ്പം അതിൽ ഡയറക്ടർ പറഞ്ഞു, സാറ് നമുക്ക് ഫൈറ്റിന് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഈ കൈ കൊണ്ട് ഇത് ഇടിച്ച് പൊളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സാറേ കൈക്ക് ഇടിച്ച് പൊട്ടി കഴിഞ്ഞാൽ കൈ പൊളിയോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇടിച്ചു നോക്കാം, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുക, ഗ്ലാസ് പൊട്ടിയാൽ അതും ഓക്കെ, ഇല്ലെങ്കിൽ കൈ പൊട്ട അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടുന്നുള്ളൂ. പക്ഷെ ആ പടത്തിന്റെ രംഗം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കൈ കൊണ്ട് ഞാൻ ഈ ഗ്ലാസ് ഒരൊറ്റ ഇടുക്കി ഇടിച്ചിട്ട് പൊളിയുണ്ട്. അത് ഷുഗർ ഗ്ലാസ് ആണത്, അങ്ങനെ ഇടിച്ചിടണ്ട. അതിനകത്ത് വേറെ ടെക്നിക് പരമായിട്ട് തട്ടി പൊട്ടിക്കാനും പറ്റില്ല. ഫൈറ്റിന്റെ ആൾക്കാരുണ്ടെങ്കിൽ അതെങ്കിലും പൊട്ടിച്ചാനെ.